الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين ذرية بعضها من بعض والله سميع عليم. صدق الله العظيم. ബഹുമാനിയായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ അല്ലെങ്കിൽ വികാരങ്ങളിൽ ഏറ്റവും മുന്തിയതാണ് സ്നേഹം. അനുഭൂതിപൂരകവും ആസ്വാദ്യദായകവും ആശ്വാസകരവും അനിർവചനീയവുമാണ് സ്നേഹം എന്ന വികാരം. അത് വിവരിക്കാൻ ആർക്കും സാധ്യമാവില്ല, പക്ഷെ അനുഭവിച്ചറിയാനാവും. സ്നേഹത്തിന് വിവിധ തലങ്ങളുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്നേഹം കിട്ടാതെ വരുമ്പോൾ മനുഷ്യ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സ്നേഹം കിട്ടാത്ത കുട്ടികൾ പലപ്പോഴും സമൂഹത്തിന് പ്രശ്നക്കാരായി, ശല്യക്കാരായി, അക്രമികളായി, താന്തോന്നികളായി വളരുന്നതായി ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വീട്ടിലും പാഠശാലകളിലും സമൂഹത്തിലും അകറ്റപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ സ്നേഹമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനായി നിലനിർത്തുന്നത്. ഭൂമിയിൽ ആദ്യമായി തളിരിട്ട സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹമാണ് എന്ന് നമുക്കറിയാം. ഭൂമിയിലെന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഇടയിൽ തന്നെ ആദ്യമുണ്ടായത് ഇണയും തുണയും തമ്മിലുള്ള സ്നേഹമാണ്. അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദമിന് എന്തോ ഒരു കുറവുള്ളതുപോലെ, സാധാരണ ഭാഷയുടെ ഒരു ഉറക്കം തൂങ്ങിയ പോലെ ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പനേരം മയക്കിയതിനു ശേഷമാണ് ഹവ്വയെ സൃഷ്ടിച്ചതെന്നും ഹവ്വയെ കണ്ട ആദം നീ ആരാണെന്ന് ചോദിച്ചെന്നും എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചെന്നും നിനക്ക് വേണ്ടിയാണെന്ന് ഹവ്വ മറുപടി പറഞ്ഞതൊക്കെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ യഥേഷ്ടം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതലം തീരുമാനിച്ചു കൊടുത്തത് സ്വർഗമാണ് എന്ന് നമുക്കറിയാം. സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരിടമെന്നാണ്. ലഹും മാ തശാഊൻ, എന്താഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ സംതൃപ്തമായി പൂർത്തീകരിക്കപ്പെടുന്ന ഒരിടമാണ് സ്വർഗം. ആവശ്യമുണ്ടാവുകയും ആഗ്രഹങ്ങളുണ്ടാവുകയും എന്നാൽ അതിനാവശ്യമായ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ, വിഭവങ്ങളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യ മനസ്സ് വ്യാകുലപ്പെടും, ബേജാറാവും. ദുഃഖവും വ്യസനവും പ്രയാസവുമൊക്കെ മനുഷ്യ മനസ്സിലുണ്ടാവും. അത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടുവരുന്നത്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ
എല്ലാ ഡിമാൻഡുകളും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്ന തരത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ സമ്പൂർണമായ ഒരു ജീവിതം ദുനിയാവിൽ സാധ്യമാവില്ല. അപൂർണമായ ഒരു ജീവിതമേ കഴിയുള്ളൂ. ഇവിടെയുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് മനുഷ്യന് സന്തതി അടയാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. കാരണം ഒന്ന് പൂർത്തീകരിക്കുമ്പോൾ മറ്റൊന്ന് അങ്ങനെ ജീവിതത്തിലുടനീളം ഒരുപാട് ആഗ്രഹങ്ങളുടെ അഭിലാഷങ്ങളുടെ ഒരു മഹാസമാഹാരമാണ്. ഇത് പൂർത്തിയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നേച്ചർ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. അപ്പൊ ഇവിടെ മനുഷ്യന് ഇണയും തുണയുമായി ജീവിക്കുന്നതിന് സ്നേഹം അനിവാര്യമാണ് എന്ന് അല്ലാഹു തആല നിശ്ചയിച്ച വ്യവസ്ഥയാണ്. അത് നമ്മളാരും ഉണ്ടാക്കിയതല്ല, അല്ലാഹു തആല അങ്ങനെ തീരുമാനിച്ചാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇടയിൽ പ്രേമവും കാരുണ്യവും, അത് സ്നേഹം മൂത്താണ് പ്രേമമാകുന്ന, പ്രേമം മൂത്താൽ കാരുണ്യമാവുന്നതാണ്. ആഴങ്ങളിലുള്ളതാണ് കാരുണ്യത്തിന്റെ. അപ്പോ ആ ഒരു സംഭവം ഭാര്യാഭർത്താക്കൾ, ഇവിടെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ടാവും. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹത്തിന്റെ മധുരോദാത്തമായ ആ ഒരു ശാരീരിക ബന്ധം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സുഹബത്ത്, ഒരു കൂട്ട്, താങ്ങ്, അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. താങ്ങില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. ഒറ്റയ്ക്കുള്ള ജീവിതം അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ്. ഒരാൾ വിവാഹം കഴിച്ചാൽ ദീനിന്റെ 3 പൂർത്തീകരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ വിവാഹം കഴിക്കില്ല എന്നൊരാൾ നിർബന്ധപൂർവ്വം പറയുകയാണെങ്കിൽ ഇന്ന നികാഹ സുന്നത്തി ഫമൻ റഗബ അന്നി ഫലൈസ മിന്നി, നികാഹ് എന്റെ ചര്യയാണ്, വേണ്ടാൻ തീരുമാനിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഗൗരവപൂർവ്വമാണ് വിഷയം. കാരണം പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതിക്കെതിരെ പടപൊരുത്തിയിട്ട് മനുഷ്യനിവിടെ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു നിശ്ചയിച്ച പ്രകൃതിക്ക് ഇണങ്ങുക, അനുസരിക്കുക, അവിടെയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ മനുഷ്യനെ അടുപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ച മാധ്യമം സ്നേഹമാണ്. സ്നേഹം ഒരു വസ്തുവല്ല, നമുക്കറിയാം. അതൊരു എനർജിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരുതരം ഫോഴ്സ്, ഒരു ശക്തി, ഭയങ്കരമായ ശക്തിയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സാമ്രാജ്യങ്ങൾ തകർന്നു വീണിട്ടുണ്ട്, സംസ്കാരങ്ങൾ നിലം പൊത്തിയിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. സ്നേഹം വഴിവിട്ടിട്ട് ഒരുപാട് പ്രധാനമന്ത്രിമാർ രാജിവെച്ച് പോയിട്ടുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത്, ജപ്പാനിലും അതുപോലെ US-ലും ഇംഗ്ലണ്ടിലുമൊക്കെ അങ്ങനെയുള്ള. അപ്പൊ സ്നേഹത്തിനൊരു വഴിയുണ്ട്. ആ വഴിയിലേക്കൂടെ പോയാലേ അതിന്റെ പൂർണ്ണമായ ആസ്വാദനം മനുഷ്യൻ സാധ്യമാകുള്ളൂ. ട്രാക്ക് മാറിപ്പോയാൽ ഏറ്റവും അപകടം പിടിച്ച ഒരു സംഗതിയായി അത് മാറുകയും ചെയ്യും. അപ്പൊ വളരെ കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തെ സംവിധാനം ചെയ്യുന്നത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ഒരായത്തിന്റെ തുടക്കത്തിലും അതിന്റെ അവസാനത്തിലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്ന ആയത്തുകൾ വളരെ കുറവാണ്. ഇവിടെ ഈ ആയത്ത് പറയുമ്പോൾ അല്ലാഹു തആല വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് എപ്പോഴും പരിചയമുള്ള ഒരു സംഗതിയാണ്, സദാ ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഗതിയാണ്. ഈ നിത്യപരിചയം കൊണ്ട് അതിന്റെ പുതുമ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അത് നഷ്ടപ്പെടുമ്പോഴാണ്, ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോഴോ ഒക്കെ അതിന്റെ ആഴം ആയിരിക്കും ഭർത്താവിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഗൾഫിൽ കൊണ്ട ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ ജോലിക്കാൻ മതി. അതായത് വേർപാടുണ്ടാകുമ്പോഴാണ് ഈ സ്നേഹത്തിന്റെ ആഴം യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും ബോധ്യമാകും. കൂടെയുള്ളപ്പോ, കണ്ണിന് കാഴ്ചയുള്ളപ്പോ കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ, ഭാര്യാഭർത്താക്കന്മാർ കൂടെ ജീവിക്കുമ്പോൾ അതിന്റെ ആ വൈകാരികമായ ബന്ധം, ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന ബലം, ഊർജം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലാഹു തആല എടുത്തു പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അനുഭൂതിപൂർവകമായി ജീവിക്കുന്നുണ്ടല്ലോ, പരസ്പരം തമാശ പറഞ്ഞു, അതുപോലെ അടികൂട്ടാനൊക്കെ വെച്ച് കൊടുത്തും തീറ്റിച്ചും പാത്രം കഴിഞ്ഞൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അടിസ്ഥാനപരമായി ആ സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ സംഗതിയാണ്, നിസ്സാരമായ ഒരു കാര്യമല്ല. വളരെ ഗൗരവപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവളുമായി അലിഞ്ഞു ചേർന്നിരിക്കുക. തിരിച്ചിങ്ങോട്ടും നിങ്ങൾ പരസ്പരം സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഈ സത്തുനാണ് സുക്കൂൻ എന്ന് പറയുന്നത്.
ഫതഹ് കസർ ലം എന്നൊക്കെ പറയും. അതായത് ഫതഹ് ഇങ്ങനെ പരന്നതായിരിക്കും, കസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജറ അങ്ങനെ ഒഴുകുന്നതായിരിക്കും, ലംലേശം വളഞ്ഞതായിരിക്കും. പക്ഷെ സുക്കൂൻ എന്ന് പറയുമ്പോൾ ശാന്തമാകുന്നത്, അതായത് എല്ലാം സർക്യൂട്ട് പൂർത്തിയാവും. ഫതഹിന് ഒരു അതിർത്തിയില്ല, അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കസറും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ലമ്മാണെങ്കിൽ ചെറിയൊരു വളവുണ്ട്. പക്ഷെ സുക്കൂൻ എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. നിങ്ങൾ അവളുമായി ചേർന്നിട്ട് ശാന്തഗതി പ്രാപിക്കാൻ വേണ്ടി. സക്കീന എന്ന് പറയും, ശാന്തകുമാരി എന്ന് പറയുന്നത് സക്കീനത്ത് എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ് ശാന്ത. അതിനാണ് നിങ്ങളുടെ ഇടയിൽ പ്രേമവും കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിരിക്കുന്നത്. അതിലേറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് നമ്മൾ പരസ്പരം അറിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് തന്നത് എന്ന് അറിയുന്ന കാര്യമാണ്. അല്ലാഹ് തന്നിരിക്കുന്നു, ഇതിന്റെ ഓണർ അല്ലാഹുവാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ആർക്കും വടിയെടുത്ത് കൊടുക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് ഭയങ്കര സ്നേഹമായിട്ട് കൂടും, പിന്നെ തലാഖിന്റെ പ്രിയമോ ഈ കുടുംബ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തെല്ലാം തരത്തിലുള്ള വിചിത്രമായ കേസുകളുമായി പരാതികളുമായിട്ടാണ് ആളുകളെ വരുന്നത്. കുടുംബ കോടതി അല്ലാത്ത കോടതിയൊക്കെ ആളുകൾ ഇങ്ങനെ പല പുണ്ണാക്കാണ്. എല്ലാ കൗൺസിലിംഗ് സെന്ററുകളിലും ഇത്തരം ആളുകൾ വരാറുണ്ട്. ഇവിടെയൊക്കെ ഈ സ്നേഹം അനുഭവിക്കുന്ന സമയത്ത് ഒരു നന്ദി അല്ലാഹുവിന് കാണിക്കാത്തതിന്റെ പേരിൽ പടച്ചം വെച്ചെടുത്ത് കൊടുക്കുക, അതുമായിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മളെ കെട്ടി നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ സ്നേഹത്തിൽ നിന്നാണ്, അവരുടെ ഒത്തൊരുമിക്കലിൽ നിന്നാണ് തലമുറ ഉണ്ടാകുന്നത്. തലമുറ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളായിരുന്നു. അപ്പൊ മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, മാതാപിതാക്കൾക്ക് സന്താനത്തോടുള്ള സ്നേഹം, സന്താനങ്ങൾക്ക് മാതാക്കളോടുള്ള സ്നേഹം. ഭയങ്കരമായ വേദനയും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് മാതാവ് കുട്ടിയെ പ്രസവിക്കുന്നു. മാതാപിതാക്കൾക്ക് സന്താനങ്ങളോടുള്ള കടമകളെ കുറിച്ച് ഖുർആൻ വളരെ കുറച്ചേ പഠിച്ചുള്ളൂ. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചാണ് ഖുർആൻ ധാരാളമായി പറയുന്നത്. അതിന് നിയമം മൂലം നടപ്പാക്കാനല്ല മാതാപിതാക്കളുടെ കടമകൾ അല്ലാഹു തആല തീരുമാനിച്ചത്. അവരുടെ പ്രകൃതിയിൽ നേച്ചുറൽ ഇംപ്ലാന്റ് ചെയ്യാനാണ്, പ്രകൃതിയിൽ ഉത്ഭുതമാക്കാനാണ്. എല്ലാ മാതാപിതാക്കൾക്കും കുറെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അത് നടപ്പാക്കുക എന്ന സദാചാര നിയമത്തിൽ പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചില്ല. അത് അവരുടെ ഹൃദയാന്തർഭാഗത്ത് തന്നെ ഉണ്ടായി. ഒരു മാതാവിന് കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്നേഹം അറിയാതെ വരും. എല്ലാ കർത്തവ്യങ്ങളും എന്ത് വിഷമവും സഹിക്കും. കാരണം നേരത്തെ വഹനിൻ ആ മേൽക്കുമേൽ വേദനയോടുകൂടിയാണ് മാതാവ് ഗർഭത്തിൽ. എന്നിട്ട് മാതാവ് കുട്ടി പുറത്തു വരുമ്പോൾ അതൊരു ആനന്ദമാണ്. കുട്ടിക്ക് വേണ്ടി സഹിക്കുന്ന വേദനയും ത്യാഗവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ മാതാവിന്റെ ആനന്ദമായി, പിതാവിന്റെ ആനന്ദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ഒരു തലമുറയെ എങ്ങനെയാണ് അല്ലാഹു തആല സംവിധാനിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് പ്രകൃതത്തിൽ തന്നെ ഉത്ഭുതമാകും. വളരെ അത്ഭുതകരമല്ലേ ആ ബന്ധങ്ങളാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് വളരെ ബഹുമാനത്തോടെ ആദരവോടെ പെരുമാറുന്ന മക്കളെ പഠിപ്പിച്ചു. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു, എന്നെ ആരാധിക്കുന്നതോടൊപ്പം നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം. അവര് ഒരാളോ നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. ഇത് വളരെ ആഴത്തിലാണ് ഉപദേശം. അവർ വയസ്സായി നിന്റെ അടുത്തെത്തിയാൽ നീ അവരോട് എന്നൊരു പറയരുത്, മാന്യമായ വാക്ക് പറയുക, അവരെ നിഷേധിക്കരുത്. കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് വേണ്ടി താഴ്ച കൊടുക്കുക. കാരുണ്യം, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറക് അവർ താഴ്ച കൊടുക്കുക. ഒരു സന്താനം അവൻ എത്ര ജീവിതകാലം മുഴുവൻ എത്രമാത്രം സേവനം ചെയ്താലും മാതാവ് അവന് വേണ്ടി ചെയ്ത സേവനത്തിന് പകരമാകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ഒരു സ്ത്രീയെയും വഹിച്ചുകൊണ്ട് കഅബ തവാഫ് ചെയ്യുന്ന, ഒരു സ്ത്രീയെയും തോളിലെടുത്തുകൊണ്ട് കഅബ തവാഫ് ചെയ്യുന്ന ഒരു സഹാബിയെ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരോടുള്ള ഉത്തരവാദിത്വം നീ നിർവഹിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല റസൂലേ, ഇല്ല. ഞാൻ എന്ത് ചെയ്താലും, ഈ ജീവിതം മുഴുവനും സേവനം ചെയ്താലും എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിന് പകരമാവില്ല. നിസ്സഹായമായ അവസ്ഥയിൽ വെള്ളം കുടിക്കാൻ വയ്യാതെ മൂത്രവും കുടിച്ച് കരിഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഇങ്ങനെ നടക്കുന്ന അവസ്ഥയിൽ, കിടന്നിടത്ത് മാത്രം കിടക്കാൻ പറ്റുന്ന അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ മാതാവ് ചെറുപ്പത്തിൽ എത്രമാത്രം വളർച്ച വലുതാക്കി വളരെ കാരുണ്യത്തോടെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എടുത്തു പറയാനുള്ള പറഞ്ഞിരിക്കുന്നു. ചെറുപ്പത്തിൽ അവരെന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കാരുണ്യം കാണിക്കണേ എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സന്താനങ്ങളോടും പറഞ്ഞു. അപ്പൊ മാതാപിതാ ബന്ധം, ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ അർഹതപ്പെട്ടത് ആരാണ് പ്രവാചകരെ എന്നൊരു സഹാബി ചോദിച്ചപ്പോ ഉമ്മുക്ക എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ആവർത്തിച്ചോ ഉമ്മുക്ക എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു ഉമ്മുക്ക, എന്റെ ഉമ്മയാണ്. നാലാമത് ചോദിച്ചപ്പോൾ അബൂക്ക, നിന്റെ വാപ്പയാണ്. അപ്പൊ 3 പ്രാവശ്യം മാതാവിന് പ്രാധാന്യം കൊടുത്തിട്ട് 4ാം പ്രാവശ്യം പിതാവിനെ പറഞ്ഞു എന്നുള്ളത് അതിൽ വലിയ ആഴമുണ്ട് എന്നുള്ളതാണ്, വലിയ ആഴമുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ ഈ സമൂഹത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട, സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീ ജനങ്ങൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാൽപാദത്തിലാണ് കുട്ടികളുടെ സ്വർഗം, മക്കളുടെ സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവിനെ നിഷേധിച്ചുകൊണ്ട് ദൈവാനുസരണമില്ല, മാതാവിനെ ധിക്കരിച്ചുകൊണ്ട് ദൈവാനുസരണമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, സക്കാത്തില്ല, ഒന്നുമില്ല. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ മാതാവിന്റെ ധൃതി വളരെ, അവര് മുശ്രിക്കായാൽ പോലും അവരോട് മാന്യമായി പെരുമാറണം എന്നുള്ളതാണ്. എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ മാത്രമേ നീ അവരോട് വിയോജിക്കാവൂ, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നീ അവരോട്, മറ്റു മതസ്ഥരിൽ നിന്ന് വരുന്ന ആളുകളല്ല, അവരോട് മാന്യമായി പെരുമാറണം. അപ്പൊ ഭാര്യ ഭർത്തൃ സ്നേഹം, മാതാപിതാ സ്നേഹം, പുത്ര സ്നേഹം, പിന്നെ സഹോദര സ്നേഹം. ഈ സഹോദര സ്നേഹം, പിന്നെ സൗഹൃദം, സുഹൃത്തുക്കൾ തമ്മിലുള്ള, പിന്നെ ചുറ്റുപാടുകൾ, മനുഷ്യനും എല്ലാത്തിനോട് ഒരു തരം സ്നേഹമാണ് അവന്റെ ജീവിതത്തിന്റെ നയം എന്നുള്ളതാണ്. ചെടികളെ സ്നേഹിക്കുന്നില്ലേ, അതായത് പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതിയെ സ്നേഹിച്ചില്ല, ഒരാവശ്യമില്ലാത്ത ഒരു ചെടി വെട്ടിക്കളയാൻ പാടില്ല. അതുപോലെ ജന്തുക്കളെ സ്നേഹിക്കുന്നില്ല, ആവശ്യമില്ലാതെ ജന്തുക്കളെ ഒന്നും കൊന്നുകളയാൻ പാടില്ല. ഇവിടെ മുഴുവൻ എലി നശീകരണത്തിന്റെ വില, എലിയെ കൊല്ലാൻ പാടില്ലെന്നല്ല, മുഴുവൻ എലികളെയും വന്നാൽ ഈ പ്രകൃതിയുടെ ബാലൻസ് തെറ്റുന്നതാണ്. അമേരിക്കയിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ മാനിനെ വേട്ടയാടുന്ന കുറെ കടുവകളുണ്ട്. ആ കടുവകളെ അവർ വെടിവെച്ചു വന്നപ്പോ മാനുകൾ കംപ്ലീറ്റ് വെജിറ്റേഷൻ, അതായത് മുഴുവൻ തിന്നു നിർത്താം. ആ പ്രദേശത്തെ കംപ്ലീറ്റ് അന്തരീക്ഷത്തിന് വ്യത്യാസം ഉണ്ടായി. അമേരിക്കയിലെ സ്റ്റേറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോൾ കടുവകളെ മാത്രം വെടിവെച്ചപ്പോൾ ഒരുപാട് മാൻ കുട്ടികൾ, മാനെല്ലാം വളർന്നു വന്നപ്പോൾ ആഹാരം അത് കംപ്ലീറ്റ് എല്ലാ പച്ചപ്പും കടിച്ചു തിന്നാൻ തുടങ്ങി. അപ്പോ ഇല്ലതായിപ്പോയി എന്നുള്ളതാണ്. മാനിനെ നശിപ്പിച്ചു കളഞ്ഞാൽ കംപ്ലീറ്റ് കാടായിപ്പോകും. അപ്പൊ ഇതിനൊക്കെ ഒരു ബാലൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. അപ്പൊ പ്രകൃതിയോട് സ്നേഹം, വെള്ളം നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം, വെള്ളം മലിനമാക്കരുത് എന്നൊക്കെ പറയണം. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ആധുനിക സംസ്കാരത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഖരദ്രവ മാലിന്യങ്ങളുടെ പ്രശ്നമാണെന്നുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രകൃതിയോട് സ്നേഹം, നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് സ്നേഹമില്ലാതെ ഈ ആഹാര ബഹിഷ്കാരമാണ്. ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കാവൂ, ആവശ്യമുള്ളത് മാത്രം വേവിക്കാവൂ, ആവശ്യമുള്ളത് മാത്രമേ വാങ്ങാവൂ, ആവശ്യമുള്ളത് മാത്രമേ കുക്ക് ചെയ്യാവൂ, ആവശ്യമുള്ളത് മാത്രമേ ഭക്ഷിക്കാവൂ. ആ പറയുമ്പോൾ അതൊക്കെ വളരെ തുച്ഛമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ അങ്ങാടി പോയി കണ്ടെല്ലാം വാങ്ങി കുറച്ചെടുത്ത്, കുറച്ച് കളഞ്ഞ്, കുറച്ച് ഭക്ഷിച്ച്, ഇതിനൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കരമായ വേസ്റ്റ്, മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായാൽ ഇവിടെ ഉണ്ടാവുന്ന സാംക്രമിക രോഗങ്ങളെ കുറിച്ച്, രോഗം 5% ഉണ്ടാവുമെങ്കിൽ നമ്മളെ മരുന്ന് കമ്പനിക്കാരെല്ലാം കൂടെ 75% മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും ഡോക്ടർമാരും എല്ലാം കൂടെ ചേർന്ന് ഭയങ്കരമായ ആകാശത്തുനിന്ന് ഡെങ്കി ബിങ്കി ഒക്കെ വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുന്ന ഒരു രൂപം വേദനയുണ്ട്. അത് ആധുനിക കച്ചവടമാണ്. ആ കച്ചവടത്തെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ നിലയിൽ തന്നെ മനുഷ്യൻ മാന്യമായ രീതിയിൽ ഓരോ സംഗതിയെയും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പ്രകൃതിക്ക് വലിയ കുഴപ്പമുണ്ടാകുക ജീവിതത്തിന് പ്രശ്നം. ഇതൊക്കെ സ്നേഹവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അടിച്ചു ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തിന്റെ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്നേഹം നിങ്ങൾക്ക് വായുവില്ലേ, വെള്ളമില്ലേ, വെളിച്ചമില്ലേ, ആകാശത്തുനിന്ന് മഴ വർഷിക്കുന്നില്ലേ, ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിക്കുന്നില്ലേ, നിങ്ങൾ ജീവിക്കുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. ഈ ആസ്വാദനം സ്നേഹത്തിലാണ് നിങ്ങൾ ഏറ്റവും ഒടുവിലായി ആസ്വദിക്കുന്നത്. ഇത് തന്നതാരാണ്? കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ സ്നേഹം തന്നവനോടാവണം നന്ദി. അതെങ്ങനെയാണ്? അത് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടാവണം. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടാവണം നന്ദി. പടച്ച തമ്പുരാനെ സ്നേഹിക്കുന്നതിന് പകരം നിങ്ങളെ കണ്ണിൽ മുന്നിൽ കണ്ടത് മാത്രം സ്നേഹിച്ചാൽ, തന്നത് അല്ലാഹുവാണ് എന്ന് അറിയാതെ ഈ കണ്ട സ്നേഹം എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. ആ സ്നേഹത്തിന്റെ പിന്നാലെ പോയ സ്ഥാനം അല്ല തന്നതാണ്, സ്ഥാനത്തെ സ്നേഹിക്കുന്നവരാണ്. പണം അല്ല തന്നതാണ്, പണത്തെ സ്നേഹിക്കുന്നവർ. പണത്തോട് നിനക്ക് വല്ലാത്ത സ്നേഹമാണ്, പ്രേമമാണ്. പക്ഷെ പണം അല്ലാഹു തന്നതാണ്. അള്ളാഹുന്റെ മാല്, അല്ലദീ ആതാകും, നിങ്ങൾക്ക് തന്ന മാല് അള്ളാഹുന്റെ മാലാണ്. അപ്പൊ പണത്തെ അല്ല സ്നേഹിക്കാനുള്ളത്, പടച്ചവനെയാണ് സ്നേഹിക്കാനുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒരു യാഥാർത്ഥ്യം നമ്മൾ പഠിപ്പിക്കുകയാണ്. പണത്തെ നീ സ്നേഹിക്കല്ലേ, അത് കളിയാക്കാതെ. പണത്തോട് വല്ലാണ്ട് പ്രേമമാണ്. പക്ഷെ പണത്തെ അല്ല നീ സ്നേഹിക്കാനുള്ളത്, നീ സ്നേഹിക്കാനുള്ളത് അള്ളാഹുവിനെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാതെ
ഉള്ള പലതിനെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. പണത്തെ സ്നേഹിക്കുന്നുണ്ട്, ബിംബങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, സ്ഥാനമാനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, മരിച്ചുപോയവരെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തില് ഈ ജീവിതത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന അദൃശ്യനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒഴിവാക്കിയിട്ട് മറ്റു പലതിന്റെ പിന്നാലെ സ്നേഹമായി പോയാൽ ആ സ്നേഹം വലിയ കുഴപ്പമാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അവര് ആ ആളുകളുണ്ടല്ലോ, ഇങ്ങനെ അല്ലാഹുവിനല്ലാത്ത സ്നേഹിക്കുന്ന ആളുകള് അള്ളാഹിനെ സ്നേഹിക്കും പ്രകാരമാണ് ഇതിനെ സ്നേഹിക്കുന്നത് എന്നുള്ള പരാതി പറയാണ്. മനുഷ്യനും നാണിപ്പിക്കുന്ന തരത്തിൽ ഞാൻ എല്ലാം കൊടുത്തു, എല്ലാ സ്വഭാവം കൊടുത്തു, അത് ആസ്വദിച്ചുകൊണ്ട് ഭൂമിയുടെ മുകളിൽ അതാകലാൻ നടക്കുന്നു. അവർക്ക് മാതാക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അവർക്ക് മക്കളുണ്ട്, പണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, കൃഷിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം കൊടുത്തിട്ട് ഇത് കൊടുത്ത് എന്നോടൊന്നൊരു നന്ദി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാൻ താല്പര്യമില്ലാതെ ഭൂമിയുടെ മുകളിലൂടെ നടക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയാണ് അവർ ആ സാധനങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പക്ഷേ സത്യവിശ്വാസികളുടെ ഏറ്റവും അടുത്ത പ്രേമം അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലാഹുവിനോടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹുവിനോടായിരിക്കും കടുത്ത സ്നേഹം സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അല്ലാഹുവിനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ പടച്ചവന് കുറച്ച് നൈവേദ്യം കൊണ്ടൊന്ന് എവിടെയും വെച്ചു കൊടുക്കല. അള്ളാഹു ദൈവസ്നേഹത്തെ കുറിച്ച് ഒരുപാട് വിചിത്രമായ സങ്കല്പങ്ങളുണ്ട്. കുറെ പായസമൊക്കെ ഉണ്ടാക്കി എവിടെയെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ട് ദൈവസ്നേഹം കാണിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അതുപോലെ കുറെ നൈവേദ്യങ്ങൾ കൊണ്ടുകൊടുത്ത് ദൈവസ്നേഹം കാണിക്കാമെന്നുള്ള മക്കാ ഖുറൈശികൾ അങ്ങനെയായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്നും അത്തരം ആളുകളുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി അള്ളാഹു തആല പഠിക്കുന്നു. ഖുൽ, പ്രവാചകരെ നീ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രേമിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, എന്നെ പിൻപറ്റുക, അത് നിങ്ങളെ സ്നേഹിക്കും. അത് ഇത്തിബാഅ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് വേണം. അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിൽ നടപ്പാക്കി കാണിക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച മനുഷ്യരുടെ ഏറ്റവും ഉന്നതനായ നേതാവ്, ആ നേതാവ് അള്ളാഹുവിനോട് ഏറ്റവും വലിയ സ്നേഹമുള്ളവനായിരുന്നു. അത് ഈ ഭൂമിയിൽ ജീവിച്ചു കഴിച്ച സംഭവമാണ്. ഓരോ സംഗതിക്കും എങ്ങനെയാണ് അള്ളാഹിനെ സ്നേഹിക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോ അത് നീ അവനോടുള്ള സ്നേഹമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സുന്നത്താണ്, അതുകൊണ്ടാണ് സുന്നത്താക്കി വെച്ചത്. അസ്സലാമു അലൈക്കും നീ പറയുമ്പോ നിനക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്ന് നീ പറയുമ്പോ അള്ളാഹുവിന്റെ ശാന്തിയെ കുറിച്ച് കാണുമ്പോൾ സംസാരിക്കണം. അഫ്ശി സലാമ, നിങ്ങൾ സലാം നിങ്ങൾ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ വ്യാപിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്നേഹ സാഹോദര്യങ്ങൾ ഉണ്ടാക്കി തരും. നോക്കുക, വത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, പോരാതെ വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം, നിങ്ങളുടെ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ചെയ്യും. അപ്പൊ നമ്മുടെ സ്നേഹം നമ്മൾക്ക് സ്നേഹം പറയുമ്പോൾ ഭാര്യ ഭർത്തൃ തമ്മിൽ സ്നേഹം, മാതൃപുത്ര സ്നേഹം, കാറിനോടുള്ള സ്നേഹം, കൃഷിയോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ മാത്രം ഇങ്ങനെ ഇട്ടാവട്ടത്തിലുള്ള സ്നേഹമാണ് നമ്മുടെ സ്നേഹം. ആ സ്നേഹമല്ല, അത് സ്നേഹത്തിന്റെ ആസ്വാദനം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം നുകരുന്നത് കൊണ്ടുള്ള ഒരു അബദ്ധ ധാരണയാണത്. സ്നേഹം ആത്മാവിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആസ്വദിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവോടുള്ള സ്നേഹം ആണ് ഏറ്റവും വലിയ സ്നേഹമായി നമുക്ക് മനസ്സിലാക്കാം. സ്നേഹിക്കാൻ സ്നേഹം തന്ന രക്ഷിതാവിനോടുള്ള സ്നേഹമാണ് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അത് അള്ളാഹുവിന്റെ പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒട്ടനെ പറഞ്ഞ എങ്ങനെയാണ് അവരോട് പറഞ്ഞിട്ട് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക. ഞാൻ അള്ളാഹിനെ മാത്രമേ അനുസരിക്കൂ, നബി പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറഞ്ഞാൽ കാഫിറാണ്, സംശയമില്ല, നിഷേധിയാണ് എന്ന് അള്ളാഹുക്കാരെ പറഞ്ഞിരിക്കുന്നു. പ്രവാചകനെ അനുസരിക്കുക അള്ളാഹുക്കാരുടെ നിർദ്ദേശപ്രകാരമാണ്. പ്രവാചകൻ തോന്നിയാസം പറഞ്ഞല്ല, ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, അവനങ്ങനെ തോന്നിയതുപോലെ ദേഹേച്ഛനുസരിച്ചൊന്നും പറയൂല. അവനാകുന്നത് ഇല്ല വഹയ്യിൻ യൂഹാ, അവനിലേക്ക് അയക്കപ്പെട്ട വഹയ്യ് മാത്രമാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ ഓരോ സംഗതിയും അനുധാവനം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അപ്പൊ ഇത്തിബാഉ റസൂൽ, ഇത്തിബാഉ റസൂൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് ഈമാനാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച ദൃഢമായ ബോധ്യം. രണ്ടാമത് തവക്കുലാണ്. തവക്കുൽ എന്ന് പറയുമ്പോൾ ആളുകളെ എന്തോ വരമേൽപ്പിക്കുക എന്ന് മലയാളത്തിൽ
മലയാളത്തിൽ പറഞ്ഞ് എങ്ങനെയാണ് ആ വാക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. കോൺഫിഡൻസ് എന്നാണ്, സെൽഫ് കോൺഫിഡൻസ് എന്നാണ് ഇംഗ്ലീഷിൽ ആ വാക്കിനർത്ഥം. അതാണ് ഏറ്റവും ഫിറ്റ്. മലയാളത്തിൽ ഭരമേൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ആൾക്ക് മനസ്സിലാവാത്ത പോലെ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ സംബന്ധിച്ച് ശരിയായ ജ്ഞാനം. പടച്ച തമ്പുരാൻ എന്റെ സൃഷ്ടാവാണ്, എന്റെ നാഥനാണ്, സംരക്ഷകനാണ്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവനാണ്, എന്റെ കാര്യങ്ങളൊക്കെ അവനോടെ പറയാൻ പറ്റുള്ളൂ. അവനോട് ചെന്ന് പറഞ്ഞു, അവനോട് പ്രാർത്ഥിച്ചു. പിന്നെ പടച്ച തമ്പുരാനെ എനിക്കെന്താണ് ഹൈർ, അത് നീ വെച്ചാള്, അത് അനുഭവിക്കാനുള്ള കഴിവും എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിൻവാങ്ങി. പിന്നീട് ഞാൻ ആഗ്രഹിച്ചതിന് വിരുദ്ധമായി വരുമ്പോ ഞാൻ അവിടെ അള്ളാഹുവിനോട് കയറി കുതിർന്നത് പൂർണ്ണമായും വിധി അനുസരിക്കണം, സമ്പൂർണമായി കീഴടങ്ങണം. അപ്പോഴാണ് മുസ്ലിം ആവുക, മനുഷ്യനാവുക, മുത്തഖിയാവുക. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ കാര്യം. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞ് അള്ളാഹുവിനോട് ഏൽപ്പിച്ച് തവക്കുലും ചെയ്തുള്ള. അപ്പൊ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ തവക്കുൽ നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസം ഈമാനാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ സ്നേഹം ഈമാനുമായാണ് ബന്ധിപ്പിക്കുന്നത്, സ്നേഹം തവക്കുലുമായാണ് ബന്ധിപ്പിക്കുന്നത്. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ബന്ധമായിരിക്കണമെന്നാണ് അള്ളാഹ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ശിക്ഷയുടെ കാര്യം ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ. കുരുത്തം കെട്ട കുട്ടികളെ അധ്യാപകർ അടിക്കാറില്ലേ? നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും വീട്ടിൽ വല്ലാണ്ട് പറഞ്ഞു കേൾക്കാത്ത മനുഷ്യന്മാരെ നമ്മൾ കുട്ടികൾ എന്താ ചെയ്യാ, യഥാർത്ഥത്തിൽ പൊട്ടിച്ചു കൊടുത്താലേ ശരിയാവുള്ളൂ. അത് അള്ളാഹ് നിശ്ചയിച്ച പ്രകൃതിയാണ്. അതല്ല യഥാർത്ഥത്തിൽ പോളിസി. ഒറിജിനൽ പോളിസിന് യഥാർത്ഥ വിശ്വാസിയും അള്ളാഹും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെതായിരിക്കണം, ഹൃദയ ഐക്യത്തിൻ്റെതായിരിക്കണം എന്നുള്ളതാണ്. അർപ്പണത്തിന്റെയും അതുപോലെ തന്നെ അനുരാഗത്തിന്റെയും പ്രശോഭിതമായ ബന്ധമായിരിക്കണമെന്ന് അള്ളാഹുവിനെ ഒന്ന് സ്നേഹിക്കുക. അള്ളാഹുവിനെ പേടിക്കുന്നതിന് പറ്റുന്ന ആലോചിച്ച്, അള്ളാഹുവിനെ പേടിക്കുന്ന നമ്മൾ ഈ പട്ടിയെയും പൂച്ചയും കടുവയും നിയമത്തെയും പോലീസിനെയും പേടിക്കുമ്പോഴുള്ള പേടിയല്ല തഖ്വയോട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനോട് ഒരു അനുസരണക്കേട് കാണിച്ചാൽ ഒരു നാണക്കേട്, മോശം എന്നുള്ള ഒരു സൂക്ഷ്മത എന്നാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. ആ സ്നേഹമസൃണമായ ഒരു ബന്ധം, പടച്ചനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുമ്പോൾ മോശത്തരങ്ങളൊന്നും പ്രവർത്തിക്കാൻ മനുഷ്യൻ തോന്നില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം ഇങ്ങനെ വളർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആനിൽ വളരെ ഖുതുബയെ പോലുള്ള സന്ദർഭത്തിൽ വളരെ ഹ്രസ്വമായി മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കേണ്ടതാണ്. അങ്ങനെ വായിച്ച് പഠിച്ച ആ സ്നേഹത്തിന്റെ യഥാർത്ഥ മാധുര്യം എന്ന് വരുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅലീമി സുബ്ഹാനിഹി സുബ്ഹാനക ലാ നസീതനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിലും മാനസവും സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്നേഹം ഒരു നിസ്സാര സംഭവമല്ല. അത് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആഴവും അർത്ഥവുമായില്ല. അത് നൽകിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാണ്. ഏത് നിമിഷവും അത് എടുത്തു മാറ്റപ്പെടും, ഏത് നിമിഷവും അത് കൂടിത്തരികയും ചെയ്യും. അല്ലാഹുവിനെ സ്നേഹിച്ചാൽ ഭൂമിയിലുള്ളതിനോടെല്ലാം നമുക്ക് നല്ല നിലയിൽ പെരുമാറണം. അള്ളാഹുവിനോട് അഗമ്യമായ ഒരു സ്നേഹം ഇബാദത്തുകളിലൂടെ, ദിക്റുകളിലൂടെ, തസ്ബീഹുകളിലൂടെ, സലാത്തിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ, സകാത്തിലൂടെ, ഹജ്ജിലൂടെ, ഉംറയിലൂടെ അള്ളാഹുവിനോടുള്ള സ്നേഹം അങ്ങനെ കൂടുമ്പോൾ അള്ളാഹു അവനെ ഹബീബായി തിരഞ്ഞെടുക്കുന്ന ഹബീബ്, സ്നേഹിതൻ, വലിയൊരു ഗ്രേഡാണ്. അള്ളാഹു ഒരുത്തനെ ഹബീബായി തിരഞ്ഞെടുത്താൽ അവൻ ചോദിക്കുന്നത് അല്ലാണ്ട് കൊടുക്കും. യാതൊരു തരത്തിലും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അള്ളാഹു അവന്റെ മലക്കളോട് പറയും, ഞാൻ ഇന്നവനെ ഹബീബായി തിരഞ്ഞെടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒന്നാം ആകാശത്ത് പോയിട്ട് പ്രഖ്യാപിച്ചു. മനുഷ്യ മനസ്സിലേക്ക് ആ മെസ്സേജ് എത്തട്ടെ, അള്ളാഹു ഇന്നവനെ സ്നേഹിക്കുന്നു. അപ്പൊ മലക്കളെല്ലാം ഉടനെ ഇൽഹാം, ആളുകൾ അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ട് നമുക്ക് പങ്കുവെക്കും. അതാണ് നമ്മൾ പരസ്പരം കൂടുതൽ സ്നേഹിക്കുന്നത്. ആദരവിന്റെ സ്നേഹം അങ്ങനെയാണ് വരുന്നത്. അള്ളാഹുവിനോടുള്ള നമ്മൾ അടുപ്പം കൂടുമ്പോൾ
അള്ളാഹു മാനലോകത്ത് മലക്കളെ അയച്ചിട്ട് പറയും, ഭൂമിയിലെ കുറേ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് ഇന്നവൻ അള്ള സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോളാം. ആ സ്നേഹമയമായ ജീവിതം, ദുന്യാവും ആഖിറവും ഒക്കെ വിജയപ്രദമായ ജീവിതം. ഇവിടെ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള ആ ഉന്നതമായ സൗഭാഗ്യം സ്വർഗം നോക്കിക്കണ്ടുകൊണ്ട് ഭൂമിയിലൂടെ നടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതഹഹിരീൻ, ഖേദിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു, ശുദ്ധിയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. ശാരീരികവും മാനസികവുമായ ശുദ്ധി എപ്പോഴും നിലനിർത്തണം. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, സൂക്ഷ്മതമായുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നല്ലവരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമാശീലന്മാരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചാൽ അള്ളാഹിലേക്ക് ഏൽപ്പിച്ചുകൊള്ളാം. നീ അള്ളാഹിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് സെൽഫ് കോൺഫിഡൻസ് നിനക്കുണ്ടെങ്കിൽ വല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, ഭരമേൽപ്പിക്കുന്ന അള്ളാഹെ ഏൽപ്പിക്കുന്നവരെ ആ ആളുകളെ അല്ലാഹു തആല സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, എത്ര സ്ഥലത്തെ ഗുണം പറയുന്നത്, ഭയങ്കര ആഴത്തിലുള്ള ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാന്മാരെ സ്നേഹിക്കുന്നു. വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്. ഈ പ്രഭാതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിസ്കരിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു തിന്മ വന്നുപോയാൽ നന്മ ഉടനെ തന്നെ ചെയ്ത് തിന്മയെ മറികടക്കുക. എല്ലാ തിന്മകളും നന്മകൾ വരുമ്പോൾ മാഞ്ഞു പോകുന്നതാണ് യുദ്ഹിബിന സയ്യാത്ത്. അതുകൊണ്ട് ദാലിക ദിക്റാ ലിൽദാകിരീൻ, താഹിറാവാനും മുത്തഖിയാവാനും ഒക്കെ ഉള്ള പണി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് എപ്പോഴും പോകാം. പ്രയാണത്തിന് എന്തെങ്കിലുമൊക്കെ തിന്മ വന്നാൽ ഉടനെ നന്മ ചെയ്ത് ക്ലിയർ ചെയ്യാം. എന്നുവെച്ചാൽ നല്ലവണ്ണം നമുക്ക് കഴിയുക, മനസ്സിനെ കഴുകി ശുദ്ധിയാക്കുക. എന്നിട്ട് അവിടെ അള്ളാഹുവിന്റെ സ്മരണ കൊടുക്കുക. അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്ക് ഒരു വഴി നാം പറഞ്ഞു തരികയാണ്, ഒരു ഉത്ബോധനം നാം നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പെശകുകളും മിസ്റ്റേക്കുകൾ വന്നാൽ ഉടനെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് ശേരായ മാർഗം അള്ളാഹുവിന്റെ അടുത്ത് തന്നെ ചോദിച്ചു വാങ്ങുക. അത് നിങ്ങൾക്കൊരു ഉത്ബോധനമായിരിക്കട്ടെ. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇങ്ങനെ ധാരാളമായി സ്മരിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. ഇതൊന്നും പറഞ്ഞാൽ കേൾക്കാതെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, സത്യവിശ്വാസികളെ സന്താനവും സമ്പത്തും ഒക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തടയരുത്. സന്താനങ്ങളെ വളർത്താൻ, സമ്പത്ത് അധികരിപ്പിക്കാനുള്ള അധ്വാനം ഹലാലും ഹറാമും ഒന്നും നോക്കാത്ത നിലയിൽ നടത്തിയാൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കില്ല. അത് സന്താനങ്ങൾ സമ്പത്തൊക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് തടയുന്നതാണ്. നിങ്ങൾക്ക് സ്നേഹമല്ലേ വേണ്ടി, അത് നാം തരാം. നിങ്ങൾക്ക് മാതാവിനെ സ്നേഹിക്കണോ, പിതാവിനെ സ്നേഹിക്കണോ, സഹോദരിയെ സ്നേഹിക്കണോ, അല്ല വീടിനെ സ്നേഹിക്കണോ, അല്ലെങ്കിൽ കച്ചവടത്തെ സ്നേഹിക്കണോ, നാം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അത് പറഞ്ഞിട്ട് കേൾക്കാതെ നിങ്ങൾ സ്വയം തന്നെ എല്ലാത്തിനും അപ്പുറം ഒരു സ്നേഹമുണ്ടാക്കിയാൽ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുകും ഇഖ്തറഫ്തുമുഹാ വതിജാറതൻ തഖ്ശൗന കസാദഹാ വമസാകിന തറളൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദുൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നബിയെ നീ അവരോടൊന്ന് പറഞ്ഞു, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാർ മാതാപിതാക്കളുണ്ടല്ലോ അവര്, വഅബ്നാഉകും നിങ്ങളുടെ സന്താനങ്ങളും, വഇഖ്വാനുകും നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുകും നിങ്ങളുടെ ഭാര്യമാരെ എണ്ണകളും, വഅശീറത്തുകും നിങ്ങളുടെ കുടുംബങ്ങളും, വഅംവാലിൻ ഇഖ്തറഫ്തുമുഹാ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ പണവും, വതിജാറതൻ തഖ്ശൗന കസാദഹാ നിങ്ങൾ മാന്യം സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും, വമസാകിന തറളൗനഹാ ശാന്തമായി സംതൃപ്തമായി നിങ്ങൾ ജീവിക്കുന്ന കെട്ടിടങ്ങളും വീടുകളും, അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാളും അവന്റെ പ്രവാചകനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിൽ അധർമ്മത്തിനെതിരെ ധർമ്മയുദ്ധം നടത്തുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, നിങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൊള്ളുക. അല്ലാഹു അവന്റെ നടപടിക്രമം
നടപ്പിൽ വരുത്തുന്നത് വരെ, അള്ളാഹ് പിടിച്ച് ശിക്ഷിക്കുന്നവരെ അങ്ങോട്ട് നടന്നുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വാൺ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ സ്നേഹം അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അവന്റെ സത്യത്തിന്റെ സന്ദേശത്തോടും ആവണം. അപ്പോഴാണ് മാതാവിന്റെ സ്നേഹം നിങ്ങൾക്ക് ഉത്തമമായി ആസ്വദിക്കാൻ കഴിയുക, പിതാവിന്റെ സ്നേഹം ആസ്വദിക്കാൻ കഴിയുക, നിലനിർത്താൻ കഴിയുക. അവർക്ക് സ്നേഹത്തിന് അനുഭൂതിപൂർവകമായ ആസ്വാദ്യദായമായ ബന്ധങ്ങൾ ഉണ്ടാക്കി തരുന്നത് അള്ളാഹുവാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചില്ലറ സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, മുട്ടായിയൊന്നുമല്ല. അത് അല്ലാഹ് അല്ലെങ്കിൽ സ്വർണവും അതുപോലെ തന്നെ നല്ല വില കൂടിയ വസ്ത്രങ്ങളുമല്ല. ഈ സ്നേഹം അവനാണ് നിങ്ങളുടെ ഇടയിൽ കാരുണ്യവും സ്നേഹവും സ്ഥാപിച്ചത്. അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആക്കണം എന്നാണ്. ഇത്തിബാഉ റസൂൽ, സ്നേഹം അല്ലാഹുവിലേക്ക് ആക്കി അല്ലാഹുമായി ഇങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാർഗം പറഞ്ഞിരിക്കുന്നു. അതും കൂടി മനസ്സിലാക്കുമ്പോൾ ആ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിധി, ആ സ്നേഹം ഏത് രീതിയിൽ ആസ്വദിക്കാനാണോ തീരുമാനിച്ചത് അതിൽ സമ്പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവും. അതായത് ആരെങ്കിലും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പ്രയാസകരമായി അനുഭവപ്പെടുന്ന സ്ഥിതിയിൽ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൂടാ, ബിസ്മില്ലാഹി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹി അലാ നഫ്സി, ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞുപോലെ. ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, വിശദമായ ചില സംഗതികളുണ്ട്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവാണ് എങ്ങോട്ട് പോകുന്നതിനും എനിക്കുള്ള സംവിധാനം ഒരുക്കിയത്, അതുകൊണ്ട് അവനോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നാമത്തിൽ നീയല്ലാതെ ശക്തിയും കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തു പോകാനുള്ളത്. പോകുമ്പോൾ ജീവിതത്തിന്റെ പ്രയാസങ്ങളും വേദനകളൊക്കെ അനുഭവിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറയാൻ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹി അലാ നഫ്സി, അള്ളാഹുവിന്റെ നാമത്തിൽ എന്റെ ആത്മാവ്, എന്റെ ശരീരത്തെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്റെ ധനത്തെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നു, വദൈനി, എന്റെ ബാധ്യതകളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ അർളനി ബിഖളാഇക, നീ എന്താണ് എനിക്ക് വിധിച്ചത് അതിൽ നീ എന്നെ സംതൃപ്തനായ, വബാരിക് ലീ ഫീമാ ഖുദ്ദിറ, നീ എനിക്ക് അനുവദിച്ചത് വിധിച്ചത് തന്നെയാണ്. അല്ലാഹു ഖദ്റെന്നാണ്, നീ എനിക്ക് വിധിച്ചതിൽ എനിക്ക് ബർക്കത്ത് നൽകണമേ. ഹത്താ ലാ ഉഹിബ്ബ തഅജീല മാ അഖർത വലാ തഅഖീറ മാ അജ്ജൽത. ഖുത്ബയിൽ നിന്ന് പഠിച്ച് കാണാൻ പറ്റില്ല. ഇത് ഹദീസാണ്, ഇത് എഴുതിയെടുത്ത് കാണാൻ പാഠമാക്കി എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നു. ഏത് വിഷയത്തിലാകുമ്പോൾ ഈസിയായി കിട്ടും, പ്രയാസം മാറി കിട്ടും എന്നുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തരാൻ ഉദ്ദേശിച്ചത് പിന്തിച്ചു തരാനും ഉദ്ദേശിച്ചത് ഉടനെ തരാൻ, പിന്നീട് തരാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു അവസ്ഥ എന്റെ അടുത്ത് ഉണ്ടാവാതെ അള്ളാഹു ഇപ്പോൾ തന്നതിൽ സമ്പൂർണമായി സംതൃപ്തനായിക്കൊണ്ട് ഈ അതിൽ അനുഗ്രഹപൂർണനായിക്കൊണ്ട് എന്നെ നടത്തണമേ തമ്പുരാനെ, നീയല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞേൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു ഹദീസ് എഴുതിയെടുത്ത് അറിയാത്തവർ എഴുതിയെടുത്ത് പഠിച്ച് ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ പകർത്തണം. അതിന്റെ ആശ്വാസം തീർച്ചയായും ഉണ്ടാവും. അതിന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർലനാ وعثمان وعلي وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും നേതൃത്വങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഉസ്താദന്മാർക്കും അതുപോലെ മുൻകാല സത്യവിശ്വാസികൾക്കും ലോകത്തിൽ മുഴുവൻ സത്യവിശ്വാസികൾക്കും പുറത്തുനിന്ന് പഠിത്തരണേ. നാഥ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ അപകടങ്ങളെ പ്രകാശപൂരിതങ്ങളായ ജീവിതമുള്ള അവരാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തിന്റെ അപ്പയും ഇസ്തിഖാമത്തും തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, അകലങ്ങൾ ജീവിക്കും ഞങ്ങളെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നീ ഹിദായത്ത്
തഖ്വയും ഇസ്തിഖാമത്തും ഷഹാദത്തും സമാധാനവും നൽകുന്ന ജീവിതം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സ്നേഹവും സന്തോഷം നൽകണേ തമ്പുരാനെ. നിന്നെ സ്നേഹിക്കുന്ന മനസ്സ് തരണേ തമ്പുരാനെ. എല്ലാ സ്നേഹത്തിനപ്പുറം അല്ലാഹുവേ ഹൃദയം നിന്നിലേക്ക് തുറന്നു നോക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിറഞ്ഞ സ്നേഹവുമായി കുടുംബത്തിൽ പെരുമാറാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ സ്നേഹമായി നിറഞ്ഞ നിലയിൽ സമൂഹത്തിൽ പെരുമാറാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പൂർണ്ണമായും നിന്റെ സ്നേഹത്തിന് വിജയമാകുന്ന ഒരു ജീവിതം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തയും ആശയവും ഭാഷയും പ്രാർത്ഥനയും പ്രവൃത്തിയും ഒക്കെ നിന്റെ തൃപ്തികൾക്ക് മാത്രം സംവിധാനിച്ചു തരണേ തമ്പുരാനെ.